ഇന്നിപ്പോൾ ഓഫീസിലേക്ക് നമ്മളുടെ കൂടെ ഹംനാനെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ രാവിലെ മുതൽ ചെറിയ തുമ്മലുണ്ട്. ഉച്ച കഴിഞ്ഞപ്പോൾ അതൊരു ജലദോഷമായി. വൈകിട്ടായപ്പോഴേക്കും കലശലായ തലവേദനയായിട്ടോ. ഇന്ന് സ്റ്റാഫ്സ് എല്ലാം പോയി കഴിഞ്ഞപ്പോൾ നമ്മളിത് ഇരുട്ടുന്നതിന് മുന്നേ തന്നെ ഓഫീസ് ക്ലോസ് ചെയ്യാണ്. ഓഫീസിൽ നിന്ന് ഇറങ്ങിയ പാടെ കാണുന്നത് ഓഫീസിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ കുഴിയാണ് കേട്ടോ. പൈപ്പ് ലൈൻകാർ ഒപ്പിച്ചു വെച്ചേക്കുന്ന പണിയാണ്. അതിലാരും വീഴണ്ടെന്ന് ഓർത്തിക്കാതെ ഒരു കമ്പും ഉണ്ടോ അവിടെ കുത്തി വെക്കുന്നുണ്ട്. ഇത് ഈ പൈപ്പ് ലൈൻകാരുടെ സ്ഥിരം പരിപാടിയാണ്. ആലുവ പറവൂർ റൂട്ടിൽ മിക്കയിടത്തും ഇതുപോലെയുള്ള കുഴികൾ കാണാം കേട്ടോ. ഈ കുഴിക്കുന്ന ഇൻട്രസ്റ്റ് പിന്നീടുള്ള ഫോളോ അപ്സ് ഉണ്ടാവില്ല. മഴ പെയ്യുമ്പോഴാണ് ഈ കുഴിയുടെ ആഘാതം അറിയുന്നത്. ഇനി ഇതിൽ ആരെങ്കിലും വീണ് മരിച്ചാലാണ് കേട്ടോ ഇനി ഇതിനൊരു തീരുമാനം ഉണ്ടാവുള്ളൂ. ഇക്കാകാനെ കൊണ്ട് ആ കുഴിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്തിട്ട് ഞങ്ങൾ നേരെ അണ്ണന്റെ ചായക്കടയിലേക്കാണ് വന്നത്. ഈ തലവേദനയ്ക്ക് ഒരു ചെറിയ ആശ്വാസം എന്നുള്ള രീതിയിൽ കടച്ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊന്ന് കുറയും കേട്ടോ. അപ്പൊ ചായയും ബജ്ജിയും കഴിച്ചു. അവിടെ ലൈവായിട്ട് കോളിഫ്ലവർ ബജ്ജി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഹയാസിന് ഇഷ്ടമായതുകൊണ്ട് കുറച്ച് പാർസലും വാങ്ങി. ഞങ്ങൾ നേരെ പോയത് ടൈൽസ് നോക്കാനാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം പോയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഇന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു. നമുക്ക് അടുത്ത വീഡിയോ കാണാം.